ഹായ് ലേഡീസ് ആൻഡ് ജെൻറ്റിൽമാൻ. ഇന്ന് നിങ്ങൾക്കറിയാമല്ലോ, എൻ്റെ മകളുടെ 20ാമത്തെ ബർത്ത്ഡേ സെലിബ്രേഷന് വേണ്ടിയാണ് കൂടിയതെന്ന്. എന്നാൽ ഞാൻ എൻ്റെ മകൾ നിഹാരിക എന്ന ഞങ്ങളുടെ നിച്ചുവിന് ഏറ്റവും സ്പെഷ്യലായ ഒരു സമ്മാനമാണ് കൊടുക്കാൻ പോകുന്നത്. ശങ്കർ മഹാദേവൻ എന്ന യങ് ബിസിനസ്മാൻ, എല്ലാവരുടെയും ശങ്കർ മുതലാളി, മഹാലക്ഷ്മി എന്ന കമ്പനിയുടെ മുതലാളി, കൊട്ടാരം പോലുള്ള ആ വീട്ടിലെ ഒരേ ഒരു രാജകുമാരിയെയാണ് നിഹാരിക. ശങ്കറിൻ്റെ ഭാര്യ ജാനകി അയ്യർ ശങ്കരനും ജാനകിയും പ്രണയിച്ച് വിവാഹം ചെയ്തവരാണ്. മകൾ നിഹാരിക MBAക്ക് പഠിക്കുന്നു. ശങ്കർ പറഞ്ഞപ്പോൾ എല്ലാവരും കൈയടിച്ചു. നിഹാരിക പപ്പയെ നോക്കി. റെഡ് കളർ ഹെവി ഗൗൺ ആണ് അവളുടെ ഔട്ട്ഫിറ്റ്. എന്നത്തെയും പോലെ അവൾ ലൈറ്റ് മേക്കപ്പ് ചെയ്തു. കഴുത്തിൽ ചെറിയൊരു ചെയിൻ, കാതിൽ ചെറിയൊരു ഡയമണ്ട് സ്റ്റഡ്. ഇതൊക്കെയാണ് അവളുടെ ഒരുക്കം. അത്യാവശ്യം എല്ലാ ബന്ധുക്കളും, ബിസിനസ് ക്ലയൻസും ഫ്രണ്ട്സും എല്ലാവരും പാർട്ടിയിലുണ്ടായിരുന്നു. എന്നാൽ അവളുടെ കണ്ണുകൾ ചുറ്റും നോക്കിക്കൊണ്ടിരുന്നു. പ്രതീക്ഷിച്ച ആൾ എന്നാൽ അവിടെ ഉണ്ടായിരുന്നില്ല. ഇന്നെൻ്റെ മകൾക്ക് ഏറ്റവും സന്തോഷം നൽകുന്ന ഒന്നാണ് അവൾക്ക് വേണ്ടി ഞാൻ കൊടുക്കുന്നത്. മീറ്റ് മൈ ദ യങ് ബിസിനസ്മാൻ ആദർ മേനോൻ. എൻ്റെ മകൾക്ക് വേണ്ടി ഞാൻ കണ്ടെത്തിയ അവളുടെ വരൻ. എന്നാൽ അത് കേട്ട് നിഹ നെട്ടി. അവൾ വീണ്ടും കണ്ണുകൾ ചുറ്റും പരത്തി. എന്നാൽ നിരാശയായിരുന്നു ഫലം. തൊട്ടടുത്ത് ആരോ നിൽക്കുന്നത് പോലെ തോന്നിയപ്പോൾ അവൾ തല ചെരിച്ചു നോക്കി. 30 വയസ്സ് തോന്നിക്കുന്ന ചെറുപ്പക്കാരൻ. കാണാൻ സുന്ദരനാണ്, ക്ലീൻ ഷേവ് ആണ്, ഒരു ഹീറോ ലുക്ക്. പക്ഷേ തനിക്ക് ഇങ്ങനെയുള്ള ഹീറോകളേക്കാൾ ഇഷ്ടം വില്ലന്മാരെയാണ്, അതും ഹിന്ദി ഫിലിമിലൊക്കെ കാണുന്ന വില്ലൻസ്. അങ്ങനെയുള്ള വില്ലനെയാണ് ഞാൻ നോക്കുന്നതും. വരില്ലായിരിക്കും എന്ന് മനസ്സ് മന്ത്രിച്ചു. ഹായ് നിഹ, ആദവ്. ചെറിയ ചിരിയോടെ അവൻ അവൾക്ക് നേരെ കൈനീട്ടി. തിരിച്ചവളും ചിരിച്ചു. ഹാപ്പി ബർത്ത്ഡേ അവൻ പറഞ്ഞു. താങ്ക് യു. എന്നാൽ നമുക്ക് ചെറിയൊരു മോതിരം മാറൽ ചടങ്ങ് നടത്താം. ശങ്കർ പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഒരു കയ്യടി കേട്ടു. എന്നാൽ അങ്ങോട്ട് നോക്കി അവളുടെ കണ്ണുകൾ തിളങ്ങി. കണ്ണുകൾ വിടർത്തി അവൾ അവനെ നോക്കി. അതെങ്ങനെയാ ശങ്കർ മഹാദേവൻ സാറേ ശരിയാകുന്നത്? അവൻ പുച്ഛത്തോടെ ചോദിച്ചു. റെഡ് ഷർട്ടും കറുത്ത മുണ്ടുമാണ് വേഷം. നല്ല കട്ടത്താടിയുണ്ട്. മുടി നീട്ടി വളർത്തിയ കയ്യിൽ ഇടിവള. ഒറ്റക്കാതിൽ ചെറിയൊരു സ്റ്റെഡുണ്ട്. കണ്ടാൽ ഒരു ഗുണ്ടാ ലുക്ക്. നീ ആരാടാ ഇങ്ങോട്ട് കയറി വരാൻ? കണ്ട തമ്മാടികൾക്ക് കയറി നിറങ്ങാനുള്ളതല്ല എൻ്റെ ഈ പാലസ് വില്ല. ഇതേ എൻ്റെ മകൾക്ക് വേണ്ടിയുള്ള പാർട്ടി നടക്കുകയാണിവിടെ. ഡേവിഡ് ചെല്ല്, ശങ്കർ പറഞ്ഞു. അതിനെ അവൻ ഒന്ന് പുച്ഛിച്ച് തല്ലി. ആരെയും നോക്കാതെ അവൻ സ്റ്റേജിലേക്ക് കയറി. അവൾ ഒന്ന് ഞെട്ടിയെങ്കിലും ഇനി എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നതെന്ന് അവൾക്കൊരു ഊഹവുമില്ലായിരുന്നു. ശങ്കറിൻ്റെ അലർച്ചയിൽ ബോഡി ഗാർഡ്സ് വന്നു. എല്ലാവർക്കും പേടിയാണ് ഡേവിഡ് ജോണിനെ. എല്ലാവരുടെയും തെമ്മാടി, അനാഥൻ, ആർക്ക് വേണ്ടിയും കൊല്ലാനും തല്ലാനും നടക്കുന്ന തെരുവുഗുണ്ട. അവൻ്റെ രോമത്തൊന്ന് തൊടാൻ പോലും ബോഡി ഗാർഡ്സ് ഭയന്നു. ഒരു നിമിഷത്തിൽ എല്ലാവരെയും അവൻ അടിച്ചു വീഴ്ത്തി. നിർത്ത് ഡേവിഡ്, നിനക്കെന്താണ് വേണ്ടത്? മതിയായില്ലേ നിനക്ക്? അന്ന് തന്നെ എല്ലാം തന്നതല്ലേ ഞാൻ. ഇനിയും എന്തിനാ ഇങ്ങോട്ട് വന്നത്? തന്നത് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നിനക്ക് ഇനിയും തരാം ഞാൻ. പ്ലീസ് ഇപ്പോൾ പോവണം. ഇതൊരു പാർട്ടി നടക്കുകയാണിവിടെ, ശങ്കർ യാജ്ഞയോടെ പറഞ്ഞു. അതിനെ ഡേവിഡ് പുച്ഛിച്ച് തള്ളിയതേയുള്ളൂ. ഞാൻ വന്നത് എൻ്റെ ഭാര്യയെ കൊണ്ടുപോവാനാണ്. ഡേവിഡിൻ്റെ ഗാംഭീര്യ ശബ്ദം അവിടെ കേട്ടു. അവൻ്റെ വാക്കുകൾ കേട്ട് എല്ലാവരും ഞെട്ടി. അനാഥയും തെമ്മാടിയുമായ അവൻ പെണ്ണുകെട്ടിയെന്നു പറഞ്ഞപ്പോൾ എല്ലാവരും ഞെട്ടുവല്ലോ. അവൻ്റെ ഭാര്യ ആരാണെന്നറിയാൻ എല്ലാവർക്കും ആകാംക്ഷയായി. നിഹ ഇനി എന്ത് എന്നുള്ള മട്ടാണ്. എല്ലാം ഇന്നത്തോടെ അവസാനിക്കും. അവൾ തലകുനിച്ച് അങ്ങനെ നിന്നു. ശരി, നീ പറ, ആരാണ് നിൻ്റെ ഭാര്യ എന്ന്? ഇവിടുത്തെ ജോലിക്കാരിയാണോ അതോ വേറെ ആരെങ്കിലുമാണോ? ശങ്കർ ഒരു പുച്ഛത്തോടെ അവനോട് ചോദിച്ചു. ബാക്കി ആരും തന്നെ ഡേവിഡിനോട് സംസാരിക്കുന്നില്ല. എല്ലാവരുടെയും പേടി സ്വപ്നമാണ് ഡേവിഡ്. നടുറോട്ടിൽ എത്രയോ വട്ടം വെട്ടുന്നതും ചോരയിൽ മുങ്ങുന്നതും കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് പലർക്കും അയാളെ അറപ്പും വെറുപ്പുമാണ്. ഈ നിൽക്കുന്ന നിഹാരികയാണ്
എൻ്റെ ഭാര്യ. അത് പറഞ്ഞപ്പോൾ എല്ലാവരും ഞെട്ടി. അപ്പോഴും നിഹയുടെ കണ്ണുകൾ നിറഞ്ഞു തല താഴ്ത്തി നിന്നു. ആരോ കയ്യിൽ പിടിച്ചപ്പോൾ നിഹ അയാളെ നോക്കി. അഥർവായിരുന്നു. അയാൾക്ക് നേരെ നേർത്തൊരു പുഞ്ചിരി അവൾ നൽകി. നിനക്ക് വട്ടാണോ ഡേവിഡ്? എൻ്റെ മകൾ എങ്ങനെ നിൻ്റെ ഭാര്യയാവും? നീ എന്ത് ഭ്രാന്താണ് പറയുന്നത്? എന്നാൽ ഡേവിഡ് നിഹയുടെ കയ്യിൽ പിടിച്ച അഥർവിനെ ചുറ്റിരിക്കാൻ പാകത്തിന് നോക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അഥർവ് ഡേവിഡ് നോക്കുന്നത് കണ്ടതും അയാൾ കൈകളെടുത്തു. ഞാൻ പറഞ്ഞത് സത്യമാണ്. അല്ലെങ്കിൽ തൻ്റെ മകൾ ഇവിടെയുണ്ടല്ലോ, ചോദിച്ചു നോക്ക്. ഞാൻ കെട്ടിയ താലിച്ചരട് അതവളുടെ കഴുത്തിലുണ്ടോ എന്ന്. ഇല്ലെങ്കിൽ ഈ നിമിഷം ഡേവിഡ് ഇറങ്ങും. ജാനകി ഓടി വന്ന് നിഹയെ പരിശോധിച്ചു. കഴുത്തിൽ മഞ്ഞ ചരടിൽ കോർത്തു വെച്ച താലിമാല ജാനകി പുറത്തേക്കിട്ടു. എന്തൊക്കെയാണ് അവിടെ നടക്കുന്നതെന്നറിയാൻ എല്ലാവരും വായും പൊളിച്ചു നിന്നു. ഒരു നിമിഷം ശങ്കറും അഥർവും ജാനകിയും ആ താലിമാല കണ്ട് ഞെട്ടി. മോളെ, എന്താ ഇത്? ശങ്കറിൻ്റെ ശബ്ദം ഇടറിയിരുന്നു. എന്നാൽ അവൾ തല കുനിച്ച് നിന്നതേയുള്ളൂ. ഞാൻ പറയാം. ഈ നിൽക്കുന്ന നിഹാരിക എൻ്റെ ഭാര്യയാണ്. ഞാൻ കൊണ്ടുപോകും അവളെ. 1 മാസം മുമ്പാണ് ഇത് നടന്നത്. അന്ന് എന്തൊക്കെയാണ് നടന്നതെന്ന് ഞാൻ പറയേണ്ടല്ലോ അല്ലേ ശങ്കർ? അയാൾ സ്വയം തലയ്ക്ക് അടി കൊടുത്തു. എല്ലാം താനാണ് കാരണമാണ്. ജാനകി പറഞ്ഞതാണ്. എന്നാൽ താൻ കേട്ടില്ല. അവനോടൊപ്പം പറഞ്ഞുവിട്ട നിമിഷത്തെ അയാൾ സ്വയം ശപിച്ചു. എല്ലാവർക്കും പോവാം. പാർട്ടി കഴിഞ്ഞു. ഞാൻ വിളിച്ചു വരുത്തിയ എല്ലാവരോടും ഞാൻ മാപ്പ് പറയുന്നു. സോറി അഥർവ് ആൻഡ് ഫാമിലി. ഞാൻ വന്ന് നിങ്ങളെ കണ്ട് സംസാരിച്ചോളാം, ശങ്കർ എല്ലാവരോടായി പറഞ്ഞു. കലപീല കൂട്ടി എല്ലാവരും അവിടെ നിന്നും പിരിഞ്ഞു. ഭക്ഷണമൊക്കെ എല്ലാവരും ആദ്യമേ കഴിച്ചതുകൊണ്ട് അതൊന്നും വേസ്റ്റായില്ല. എല്ലാവരും പോയിക്കഴിഞ്ഞ് ശങ്കർ ബോഡി ഗാർഡ്സിനെയൊക്കെ പറഞ്ഞു വിട്ടു. ശങ്കറും ജാനകിയും നിഹാരികയും മാത്രം ബാക്കിയായി. എന്താ നിഹാരിക ഇത്? ഇതിനൊക്കെ എന്താണ് അർത്ഥം? പപ്പ ആദ്യമായി അവളെ പേര് ചൊല്ലി വിളിച്ചത് അവൾക്ക് വേദനിച്ചു. പപ്പയുടെ പ്രിൻസസ് എന്നല്ലാതെ വിളിക്കാറില്ല. അമ്മ, മോളു എന്നല്ലാതെ വിളിച്ചിട്ടേയില്ല. എന്നാൽ ഇപ്പോൾ ഞാൻ ഇവർക്ക് അന്യയായോ? അല്ലെങ്കിലും ഞാൻ ഇവർക്ക് അന്യയാണല്ലോ. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ ഡേവിഡിനെ നോക്കി. അവളുടെ കണ്ണുകൾ നിറഞ്ഞത് കണ്ട് അവൻ ദേഷ്യത്തോടെ നോക്കി. അവൾ തല കുനിച്ചു. ഉത്തരം പറയ് നിഹ. പപ്പ ചോദിച്ചത് കേട്ടില്ലേ നീ? അമ്മയും ചോദിച്ചു. ഞാൻ പറയാം പപ്പ. അവൾ പറയാൻ തുടങ്ങി. അവനും അവളും കണ്ടുമുട്ടിയ ആ ദിവസം. ശങ്കർ ഒരു ബിസിനസ്മാൻ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ശത്രുക്കൾ അയാൾക്കുണ്ടായിരുന്നു. എല്ലാം നേരായ രീതിയിൽ തന്നെയാണ് അയാൾ ബിസിനസ് ചെയ്യുന്നത്. ഷെയർ കിട്ടുന്ന തുക നല്ലൊരു ഭാഗം ഓർഫനേജിലേക്കാണ് പോകുന്നത്. എന്നാൽ ഇതൊന്നും അയാളുടെ ബിസിനസ് ഫ്രണ്ട്സ് ഇഷ്ടപ്പെട്ടിരുന്നില്ല. ശങ്കറിനോട് അവർ പറഞ്ഞു നോക്കി. എന്നാൽ ശങ്കർ അതിനെ ശക്തമായി തന്നെ എതിർത്തു. ഒരു അമേരിക്കൻ ഫാക്ടറി നിർമ്മാണത്തിൻ്റെ ഭാഗമായി ശങ്കറിൻ്റെ ഫ്രണ്ട്സായ കിഷോറും അശോകും ആ കോൺട്രാക്റ്റുമായി ശങ്കറിൻ്റെ അടുത്തേക്ക് വന്നു. എന്നാൽ ശങ്കർ അതിൻ്റെ എതിർവശം കൂടി ചിന്തിച്ചു. ആ ഫാക്ടറി വന്നാൽ അതിലെ വേസ്റ്റ് ഒഴുകി വരുന്നത് പാവങ്ങളുടെ കുടിവെള്ളത്തിലേക്കാണ്. അത് ശങ്കർ ശക്തമായി തന്നെ എതിർത്തു. അശോകും കിഷോറും അവർക്ക് ശത്രുക്കളായി മാറി. പിന്നെ കുടുംബം വെച്ച് വധഭീഷണി നടത്തി. എന്നാൽ അതിലൊന്നും പതറിയില്ല. എന്നാൽ ഒരു ദിവസം കോളേജ് വിട്ട നിഹ മടങ്ങി വന്നില്ല. നിഹയെ ആരൊക്കെയോ ചേർന്ന് തട്ടിക്കൊണ്ടുപോയി എന്നായിരുന്നു കൂട്ടുകാരികൾ പറഞ്ഞത്. ഇതിനു പിന്നിലും അവർ തന്നെയെന്ന് ശങ്കറും തീരുമാനിച്ചു. പോലീസ് ഇടപെട്ടാൽ ചിലപ്പോൾ തൻ്റെ മകൾ ജീവനോടെ വരില്ല. അങ്ങനെ തൻ്റെ അഡ്വക്കേറ്റാണ് ഡേവിഡ് ജോൺ എന്ന തനിത്തമ്മാടിയെ പരിചയപ്പെടുത്തി തന്നത്. എല്ലാവർക്കും ഭയമാണവനെ. പോലീസിന് വരെ അവൻ്റെ മുന്നിൽ പേടിച്ചു നിൽക്കും. പിന്നെ എന്ത് കാര്യത്തിനും ന്യായവും സത്യവും നോക്കിയേ അവൻ ഇടപെടൂ. അതാണ് ഡേവിഡ് ജോണിൻ്റെ പോളിസി. ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോൾ ഡേവിഡ് ശങ്കറിനെ സഹായിക്കാം എന്നേറ്റു. ഡേവിഡ് അറിയാത്ത ഒരു കാടോ പഴയ ബിൽഡിങ്ങോ ഇല്ലായിരുന്നു. അവളുടെ ഫോൺ ടവറേജ് വെച്ച് അവൻ ഏകദേശം എവിടെ ഉണ്ടാവുമെന്ന് ധാരണയിൽ എത്തിയിരുന്നു. രാത്രിയാണ് അവൻ ആ കാടിനുള്ളിൽ എത്തിയത്. അവിടെ ഒരു പഴയ ബിൽഡിംഗ് ആയിരുന്നു. മെല്ലെ അവൻ ഒരു വാതിൽ വഴി ഉള്ളിലേക്ക് കടന്നു. എന്നാൽ അവിടെ അവൻ കണ്ട കാഴ്ച മയക്കിക്കിടത്തി അവളുടെ ചുറ്റും കാമവെറി പിടിച്ച 5 പുരുഷന്മാരെയാണ്. എല്ലാവരും അവരുടെ ഷർട്ട് അഴിച്ചിട്ടുണ്ട്. അവളുടെ ഡ്രസ്സ് അഴിച്ചു മാറ്റാൻ ഒരാൾ ശ്രമിക്കുന്നുണ്ട്.
അവൻ ആ കാഴ്ച കണ്ടു നിൽക്കാൻ കഴിഞ്ഞില്ല. അവൻ ദേഷ്യത്തോടെ അവരോട് അലറി. എന്നാൽ ഡേവിഡിനെ കണ്ട ഗുണ്ടകൾ ഞെട്ടി. ഗുണ്ടകൾക്ക് പോലും പേടി സ്വപ്നമായിരുന്നു ഡേവിഡ്. അവൻ ഓടി വന്ന് എല്ലാവരെയും അടിച്ചിട്ടു. ഒന്നനങ്ങാൻ പോലും സാധിക്കാത്ത വിധം എല്ലാവരെയും അവൻ അടിച്ചു ചതച്ചു. ശേഷം മെല്ലെ അവളെ എടുത്തു. എന്നാൽ അവൻ വന്ന വഴി തെറ്റിപ്പോയിരുന്നു. അവൻ്റെ ബൈക്ക് ദൂരെ വെച്ച് അവൻ ആ പഴയ കെട്ടിടത്തിലേക്ക് നടന്നാണ് പോയത്. നല്ല ഇരുട്ടായതുകൊണ്ട് തന്നെ അവന് വഴി തെറ്റിപ്പോയി. കൂടെയുള്ളത് ഒരു എന്നുള്ളതുകൊണ്ടും ഫോണിൽ റേഞ്ച് ഇല്ലാത്തതുകൊണ്ടും എവിടെയും വെളിച്ചമുള്ള സ്ഥലം കണ്ടുപിടിക്കണമെന്ന് മനസ്സിൽ കരുതി അവൻ മുൻപോട്ട് നടന്നു. കാട്ടാനകളുടെയും കുരുനാറികളുടെയും പരുന്തുകളുടെയും ശബ്ദങ്ങൾ ആ വലിയ കാട്ടിൽ നിശബ്ദതയെ കീറിമുറിച്ച് ചലിക്കുന്നുണ്ടായിരുന്നു. ദൂരെ വിളക്കിൻ്റെ വെട്ടം കണ്ടപ്പോൾ അവൻ അങ്ങോട്ട് നടന്നു നീങ്ങി. ആദിവാസികൾ താമസിക്കുന്ന ചെറിയ ചെറിയ കുടിലുകളായിരുന്നു. ചെറിയൊരു മനപ്രതിമയ്ക്ക് ചുറ്റും എന്തൊക്കെയോ ശബ്ദങ്ങളും പൊട്ടിച്ചിരികളും കേട്ടാണ് ഡേവിഡ് അങ്ങോട്ടേക്ക് പോയത്. മലയാളവും തമിഴും കലർന്ന ഭാഷയാണ് അവർ സംസാരിക്കുന്നത്. ബഹളങ്ങൾ കേട്ടുകൊണ്ട് തന്നെ അവൾ മെല്ലെ കണ്ണുകൾ തുറന്നു. അവൻ്റെ ചെറിയ കാപ്പിക്കണ്ണുകളായിരുന്നു ആദ്യം അവൾ കണ്ടത്. പെട്ടെന്ന് ബോധം വന്നതുപോലെ അവൾ ചുറ്റും നോക്കി. ആരുടെയോ കൈകളിലാണ് താൻ എന്ന് ചിന്തിച്ചപ്പോൾ അവൾക്ക് ലജ്ജ തോന്നി. അവൾ ഇറങ്ങാൻ നോക്കി. എന്നാൽ അവരൊക്കെ അവർക്ക് ചുറ്റും കൂടി നിന്നു. ഓരോന്നൊക്കെ ചോദിക്കാൻ തുടങ്ങിയിരുന്നു. അവൾ ഇറങ്ങാൻ നോക്കി. എന്നാൽ അവൻ അവളെ സമ്മതിച്ചില്ല. ഡോ, എന്നെ താഴെ ഇറക്ക്, അവൾ അവനോട് പറഞ്ഞു. അപ്പോഴാണ് അവൾക്ക് ബോധം വന്നെന്ന് അവന് മനസ്സിലാവുന്നത്. നിങ്ങൾ ഒളിച്ചോടി വന്നതാ? അതിലൊരാൾ ചോദിച്ചു. അതെ എന്ന് പെട്ടെന്ന് അവൾ പറഞ്ഞു. അവരെയൊക്കെ കണ്ട് അവൾ പേടിച്ചിരുന്നു. എന്നാ സംഭവിച്ചേ? മൂപ്പൻ എന്ന് തോന്നിപ്പിക്കുന്ന ഒരാൾ ചോദിച്ചു. അത് ഡേവിഡ് തപ്പി. അത് സാർ, ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ ഒളിച്ചോടിയത് അറിഞ്ഞു. എന്നെ പിടിക്കാൻ വന്നതാ. അവരിൽ നിന്നും രക്ഷപ്പെട്ടു വന്നതാ ഇവിടെ. തട്ടിക്കൊണ്ടുവന്നവരിൽ പെട്ടവനല്ല എന്നത് അവൾക്ക് മനസ്സിലായിരുന്നു. കൂടാതെ പല പ്രാവശ്യം കോളേജിലേക്ക് പോകുമ്പോൾ റോഡിലിട്ട് അടിക്കുന്ന ഇയാളെ അവൾ കണ്ടതുമാണ്. ഹീറോകളാണ് ഫിലിംസിൽ താരമെങ്കിലും തൻ്റെ കണ്ണിൽ എന്നും അവർക്ക് തോറ്റുകൊടുക്കുന്ന വില്ലൻസാണ് താരം. അവൾക്ക് അവനെ കണ്ടപ്പോൾ അവനെ പരിചയപ്പെടണം, സംസാരിക്കണം എന്ന് വല്ലാതെ മോഹമായിരുന്നു. പക്ഷേ എല്ലാവരെയും പോലെ തന്നെ അവൾക്കും ഡേവിഡിനെ പേടിയായിരുന്നു. അവൾ പറയുന്നത് കേട്ട് അവൻ ദേഷ്യത്തോടെ നോക്കുന്നുണ്ടായിരുന്നു. മൂപ്പ, ഇവരെന്നിവിടെ താമസിപ്പിക്കാം, ഒരു പെൺകുട്ടി പറഞ്ഞു. ഹാ, അങ്ങനെ ചെയ്യാം. ഇവർക്ക് കഴിക്കാൻ എന്തെങ്കിലും കൊടുക്ക്, അയാൾ പറഞ്ഞു. എന്താ നിങ്ങളുടെ പേര്? മൂപ്പൻ ചോദിച്ചു. ഞാൻ നിഹാരിക, അവൾ പെട്ടെന്ന് തന്നെ പറഞ്ഞു. നിൻ്റെയോ ചെറുക്ക? അയാൾ ചോദിച്ചു. ഡേവിഡ് ജോൺ, അവൻ പറഞ്ഞു. വെറുതെയല്ല വീട്ടുകാർ സമ്മതിച്ചു തരാത്തത്. രണ്ടും രണ്ട് മതമാണല്ലേ, അതിലൊരുത്തൻ പറഞ്ഞു. ഇവിടെ നിന്നും റോഡിലേക്കെത്താൻ എത്ര സമയമെടുക്കും? അവൻ ചോദിച്ചു. അത് രാവിലെ നമുക്ക് നോക്കാം. ഇപ്പോൾ എന്തായാലും നിങ്ങൾ വിശ്രമിക്ക്. ഇന്നേതായാലും യാത്ര വേണ്ട, മൂപ്പൻ പറഞ്ഞു. ഡേവിഡും അത് ശരിവെച്ചു. കാരണം കൂടെയുള്ളത് ഒരു പെണ്ണാണ്. അതും കൂടാതെ കാടുമാണ്. സേഫാണ് ഇവിടെയെന്ന് അവൻ ചിന്തിച്ചു. 2 കുടിലുകളിലായി അവർ ആ രാത്രി തങ്ങി. അവർ നീട്ടിയ ആഹാരം നിഹ ആർത്തിയോടെ കഴിച്ചു. അത്രയും വിശപ്പ് അവൾക്കുണ്ടായിരുന്നു. പിറ്റേന്ന് അവരെ കാത്തിരുന്നത് വലിയൊരു കാര്യമായിരുന്നു. രാവിലെ 2 പേരെയും അവർ വിളിച്ചുണർത്തി. വേഗം കുളിച്ചു വരാനും അവർ കൊടുത്ത ഡ്രസ്സ് ഇടാനും പറഞ്ഞയച്ചു. പിന്നെ നല്ല മുളയിൽ പുട്ടുണ്ടാക്കി പച്ചപ്പയർ കറിയും കഴിക്കാൻ കൊടുത്തു. നിഹയ്ക്ക് അവർ കൊടുത്തത് സാരിയായിരുന്നു. ഡേവിഡിന് ഷർട്ടും മുണ്ടും. നിഹയെ അവരെ പോലെ സാരി ചുറ്റിപ്പിച്ചു. കൺമഷിയും ചാന്തും ഒക്കെ അവർ തൊട്ടുകൊടുത്തു അവൾക്ക്. ഡേവിഡ് അവർ പറഞ്ഞതുപോലെ അനുസരിച്ചു. ഇല്ലെങ്കിൽ അവർ ഇവിടെ നിന്നും പോവാനുള്ള വഴി പറഞ്ഞു കൊടുക്കില്ല എന്നവന് തോന്നി. മൂപ്പൻ 2 പേരെയും വിളിച്ച് അവിടെ കണ്ട മൺപത്രിയുടെ അടുത്തേക്ക് നിർത്തി. 2 ആളും മനസ്സ് നിറഞ്ഞ് പ്രാർത്ഥിച്ചോളൂ, മൂപ്പൻ പറഞ്ഞു. ഡേവിഡ് ഒന്നും ചെയ്യാതെ തന്നെ നിന്നു. ഇവിടെ എല്ലാവർക്കും പ്രാർത്ഥിക്കാം. ഇത് കാടാണ്. ഇവിടെ വരുന്നവരെല്ലാം കാടിൻ്റെ മക്കളാണ്. ഇവിടെ ജാതിയെന്നോ മതമെന്നോ ഒന്നും തന്നെയില്ല. ഞങ്ങളൊക്കെ മുത്തപ്പൻ്റെ മക്കളാണ്. മുത്തപ്പൻ അനുഗ്രഹിച്ച് ഇന്ന് നിങ്ങളുടെ വിവാഹമാണ്. ഒരിക്കലും മുത്തപ്പൻ മരണം കൊണ്ടല്ലാതെ നിങ്ങളെ പിരിക്കില്ല. ഇതാ മഞ്ഞച്ചരടിൽ ചെറിയൊരു ഉരുക്ക് കോർത്ത ചരട്. 2 പേരും അത് നീട്ടിയപ്പോൾ ഒരുപോലെ ഞെട്ടി.
നിഹയെല്ലാം തമാശയ്ക്കാണ് പറഞ്ഞത്. എന്നാൽ ഇവരൊക്കെ ഇതൊക്കെ കാര്യമായി എടുത്തിരിക്കുന്നു. അവൾക്ക് ഡേവിഡിനെ ഓർത്ത് ഭയം തോന്നി. തൻ്റെ ഓരോ സംസാരമാണ് ഇതൊക്കെ ഇവിടം വരെ കൊണ്ടെത്തിച്ചത്. ഈ കാട് കഴിഞ്ഞാൽ മാത്രമാണ് എന്നോർക്കവേ നിഹയുടെ ഭയം അധികരിച്ചു. ഡേവിഡും നിഹയെ ദേഷ്യത്തോടെ നോക്കി നിൽക്കുന്നുണ്ട്. എന്താ മക്കളെ ഇങ്ങനെ നിൽക്കുന്നത്? നിങ്ങൾ പരസ്പരം ഇഷ്ടമാണെന്നല്ലേ പറഞ്ഞത്? ഇവിടെ നിന്നും പോയാലും മുത്തപ്പൻ നിങ്ങളെ പിരിക്കില്ല. അത്രയ്ക്കും ശക്തിയാണ് ഈ മലമുത്തപ്പന്. എവിടെ ഇരുന്നാലും കാണാൻ സാധിക്കും. ധൈര്യമായി കെട്ടിക്കോളൂ, മൂപ്പൻ പറഞ്ഞു. ഡേവിഡ് ഒന്നും മിണ്ടാതെ ആ താലി വാങ്ങി. ദേഷ്യമുണ്ടെങ്കിലും നിഹയുടെ പേടിച്ച മുഖം കണ്ട് അവൻ അവളെ അവളുടെ കഴുത്തിൽ ആ മഞ്ഞ ചരട് കെട്ടി. ഇവിടെ നിന്നും പോകുമ്പോൾ എങ്ങോട്ടെങ്കിലും വലിച്ചെറിഞ്ഞേക്കണം, അവളുടെ ചെവിയിൽ ഒരു മന്ത്രം പോലെ അവൻ പറഞ്ഞു. എന്നാൽ അവൾക്ക് അത് വെറുമൊരു മഞ്ഞച്ചരടായി തോന്നിയില്ല. തൻ്റെ ജീവിതമാണെന്ന് അവൾക്ക് തോന്നി. അവളുടെ കൈകൾ ആ താലിയിൽ മുറുകി. ആ നാട്ടിലുള്ളവർ അവരുടെ രീതിയിൽ ആർപ്പ് വിളിച്ച് ആഘോഷിച്ചു. പിന്നീട് അങ്ങോട്ട് അവിടെ നിന്നും എല്ലാവരോടും യാത്ര പറഞ്ഞ് ആ കാട്ടിലുള്ള ഒരാളുടെ കൂടെ അവർ കാട്ടിലൂടെ നടന്നു. ഒടുവിൽ അവൻ്റെ ബൈക്കിരിക്കുന്ന സ്ഥലത്തേക്ക് എത്തിയപ്പോൾ അവൻ അവളെയും കൂട്ടി ബൈക്കിൽ യാത്രയായി. തിരിച്ചുള്ള യാത്രയിൽ രണ്ടുപേരും മൗനമായിരുന്നു. എന്നാൽ നിഹയുടെ കൈകൾ ഇടയ്ക്കിടെ ആ ചരടിൽ മുറുകുന്നുണ്ടായിരുന്നു. എന്നാൽ ഡേവിഡിൻ്റെ മുഖത്ത് ദേഷ്യമാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നും പറയാം. ഡേവിഡ് ആദ്യം അവളെ കണ്ടത് ഓർത്തു. അവളെ പിച്ചി ചിന്താൻ നോക്കുന്ന കാട്ടാളന്മാർക്ക് മുന്നിൽ മയങ്ങിപ്പോയ പെണ്ണിനെയാണ്. ആദ്യം ഉടക്കിയതും അവളുടെ ചുണ്ടിനു മീതെയുള്ള നല്ല കട്ടിയുള്ള മറുകായിരുന്നു. തൻ്റെ മീനൂട്ടിയെയാണ് ഓർമ്മ വന്നത്. ചെറുപ്പത്തിൽ മീനൂട്ടിക്ക് നല്ല കറുത്ത മറുകായിരുന്നു. തൻ്റെ മീനൂട്ടി എവിടെയായിരിക്കും? ആദ്യമായി സന്തോഷമായിരുന്നു. എന്നാൽ ഒരു ദിവസം തൻ്റെ ജീവനെപ്പോലെ കണ്ടവളെ തന്നിൽ നിന്നും അകറ്റി മാറ്റി. അവൾക്ക് ഓർമ്മ പോലും ഉണ്ടാവില്ല. കുഞ്ഞായിരുന്നില്ലോ അവൾ. ഇന്ന് ആ കുഞ്ഞുമുഖം വലിയ പെണ്ണായിട്ടുണ്ടാവും. നുണക്കവിളൊക്കെ വന്ന് സുന്ദരി പെണ്ണായിട്ടുണ്ടാവും. അവനൊരു ചിരിയോടെ ഓർത്തു. അപ്പോഴാണ് കൂടെയുള്ളവളെക്കുറിച്ച് ഓർത്തത്. പെട്ടെന്ന് എന്തോ ഓർമ്മ വന്നതുപോലെ അവൻ വണ്ടി സൈഡിൽ ഒതുക്കി. ഡി, വണ്ടിയിൽ നിന്ന് ഇറങ്ങിക്കേ. അവൻ്റെ ശബ്ദം കേട്ട് അവൾ ഞെട്ടി. അവനോട് അവൾക്ക് ആരാധനയായിരുന്നു. ഫ്രണ്ട്സിന് മുന്നിൽ എന്നും പൊങ്ങച്ചം പറയും. കെട്ടുന്നുണ്ടെങ്കിൽ ഡേവിഡിനെ കെട്ടുവെന്ന്. എന്നോ സ്വപ്നം കണ്ടിരുന്നു ഡേവിഡിൻ്റെ താലി തൻ്റെ കഴുത്തിൽ അണിയുന്നത്. അതല്ലെങ്കിലും അങ്ങനെയല്ലേ നമ്മൾ ഒരുപാട് ഇഷ്ടമുള്ളവരുടെ കൂടെ സ്വപ്നത്തിൽ അവരൊരുമിച്ച് കല്യാണം കഴിയുന്നതും ഒന്നിച്ച് കഴിയുന്നതുമൊക്കെ സ്വപ്നം കാണില്ലേ? അതുപോലെ. പക്ഷേ ഇപ്പോൾ സ്വപ്നമല്ല, സത്യം. യാഥാർത്ഥ്യത്തിൽ ഞങ്ങളുടെ കല്യാണം നടന്നിരിക്കുന്നു. അവൾക്ക് സന്തോഷം തോന്നി. ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചു പോകുമ്പോഴാണ് പെട്ടെന്ന് അലർച്ച കേട്ടത്. വണ്ടിയിൽ നിന്നും ഇറങ്ങി. എന്താ ഡേവിഡ് ചായ? അവൾ ചോദിച്ചു. ആരാടി നിന്റെ ഡേവിഡ് ചായൻ? നീ ഈ ചരടിപ്പോൾ വലിച്ചെറിയണം, എന്നിട്ടേ ഇനി യാത്രയുള്ളൂ. അവൻ്റെ വാക്കുകൾ അവളുടെ ഹൃദയത്തെ കീറിമുറിച്ചു. പറ്റില്ല തനിക്ക്. ആ കാട്ടുമുത്തപ്പൻ ശപിക്കും. വലിച്ചെറിയാൻ പാടില്ല. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ഇല്ല, പറ്റില്ല. എനിക്കിത് വേണം. ഇത് ഞാൻ വലിച്ചെറിയണമെങ്കിൽ എന്നെ കൊന്നിട്ടേ ആവുള്ളൂ. ഇനി എന്നെ കൊണ്ടുപോകുന്നില്ലെങ്കിൽ ഞാൻ തനിയെ പൊക്കോളാം, അവൾ വാശിയോടുകൂടി അവനോട് പറഞ്ഞു. നീ എന്ത് വേണമെങ്കിലും ചെയ്യേ. ഞാൻ ആ ചരടിന് ഒരു വലയും കൽപ്പിക്കുന്നില്ല. നിന്റെ ഇഷ്ടം. പിന്നെ നിന്നെ തിരികെ ഏൽപ്പിക്കാമെന്ന് ഞാൻ നിന്റെ തന്തയ്ക്ക് കൊടുത്ത വാക്കാണ്. കയറിടി വണ്ടിയിൽ, അവൻ അലറി. അതെ, പതുക്കെ പറഞ്ഞാലും എനിക്ക് കേൾക്കാം, അവൾ പിറുപിറുത്തുകൊണ്ട് പറഞ്ഞു. ഇടയ്ക്ക് വെച്ച് അവർ വണ്ടി ഒതുക്കി ഭക്ഷണം കഴിച്ചു. അതിനൊക്കെ പണം അവൻ തന്നെ കൊടുത്തു. എന്നാൽ അവൻ്റെ പേഴ്സിൽ കണ്ട ഫോട്ടോ അവൾ നോക്കി നിന്നു. അതെ, പേഴ്സിലുള്ള ഫോട്ടോ ആരുടെയാ? ഉള്ള ധൈര്യം വെച്ച് അവൾ അവനോട് ചോദിച്ചു. ആരുടെ ആയാലും നിനക്കെന്താടി? കുറച്ച് സമയമായി. അവൾക്ക് എന്തൊക്കെ അറിയണം? അവൻ ദേഷ്യപ്പെട്ടു. ഓ, പറയാൻ മനസ്സില്ലെങ്കിൽ പറയണ്ട. എൻ്റെ കുഞ്ഞിലെ ഫോട്ടോ നിങ്ങൾക്കെങ്ങനെ കിട്ടി എന്നവൾ ആലോചിച്ചു. എന്നാൽ അവളുടെ നിൽപ്പ് കണ്ട് അവൻ ദേഷ്യപ്പെട്ടു. നീ എന്താടി അവിടെ തന്നെ നിൽക്കുന്നത്? മനുഷ്യന് 100 കൂട്ടം പണിയുണ്ട്. അവളുടെ ഒരു സ്വപ്നം കാണല്. ഓ, വരുവാ. അത് പറഞ്ഞ് അവൾ വേഗം കയറിയിരുന്നു. ആ ഫോട്ടോ എങ്ങനെ അവൻ്റെ പേഴ്സിൽ വന്നത് എന്ന് അവളുടെ ചിന്തകൾ പല വഴിക്ക് പോയി. വീടെത്തുന്നത് വരെ അവൾ തൻ്റെ കുഞ്ഞിലെ ഫോട്ടോ എങ്ങനെ അവൻ്റെ കയ്യിൽ കിട്ടി എന്നായിരുന്നു ചിന്തിച്ചിരുന്നത്. ബൈക്കിൻ്റെ ശബ്ദം കേട്ടപ്പോൾ തന്നെ ശങ്കറും ഭാര്യയും പുറത്തേക്ക് വന്നു. മോളെ എന്ന് വിളിച്ച് അമ്മ അവളെ കെട്ടിപ്പിടിച്ചു. ജാനി, മോൾ അകത്തേക്ക് കൊണ്ടുപോയിക്കോ,
മോൾക്ക് ക്ഷീണമുണ്ട്. ഫ്രഷായി മോൾ എന്തെങ്കിലും കഴിക്ക് കേട്ടോ. അവളുടെ തലയിൽ തലോടിക്കൊണ്ട് ശങ്കർ അവളോട് പറഞ്ഞു. അമ്മേ, പപ്പ ഒരുപാട് പേടിപ്പിച്ചു എന്ന് തോന്നുന്നല്ലോ. എന്താ അമ്മ ഇത്? ഇന്നലെ മുതൽ ഉറക്കമൊഴിച്ച് ആകെ കോലം കേട്ടു കേട്ടോ. പപ്പയെ കണ്ടില്ലേ, സ്ട്രോങ് ആയി നിൽക്കുന്നേ അല്ലേ പപ്പ? അവൾ അമ്മയെ കളിയാക്കിക്കൊണ്ട് പപ്പയുടെ തോളിൽ കൈവച്ച് നിന്നു. ഡീ കാന്താരി, മതി കേട്ടോ, അവൾ പാവല്ലേ. നീയും ചെന്ന് അമ്മയും കൂടെ ഭക്ഷണം കഴിക്ക്. ചെല്ലുമോളൂ, എനിക്ക് ഡേവിഡിനോട് സംസാരിക്കാനുണ്ട്. രണ്ടാളും അകത്തേക്ക് ചെന്നു. അമ്മ, നല്ല വിശപ്പുണ്ട്, ഞാൻ കുളിച്ചു വരാം. അമ്മ വിളമ്പി വെച്ചോളൂ. അതും പറഞ്ഞുകൊണ്ട് അവൾ അവളുടെ മുറിയിലേക്ക് ഓടി. ഡേവിഡ്, എന്താണ് അവിടെ ശരിക്കും നടന്നത്? നിങ്ങൾ ഇന്നലെ എവിടെയായിരുന്നു? നിന്റെ ഫോണിൽ കുറേ പ്രാവശ്യം വിളിച്ചു ഞാൻ, കിട്ടുന്നില്ലായിരുന്നു. നിഹയുടെ ഫോണിലും വിളിച്ചു. അവളുടെ ഫോൺ കിഡ്നാപ്പ് ചെയ്ത സ്ഥലത്തായിരുന്നു. നിങ്ങളുടെ വിവരം ഒന്നും അറിയാതെ ഞാൻ ഇവിടെ ഇരിക്കി ഉരുകുകയായിരുന്നു. പിന്നെ ഡേവിഡ് കേട്ടിടത്തോളം നല്ലൊരു മനുഷ്യനാണെന്നാണ് അറിഞ്ഞത്. പെണ്ണു പിടിക്കാനല്ല, സംരക്ഷിക്കുന്നവനാണ് എന്നറിയാൻ കഴിഞ്ഞത്. ഇനി പറ, അവിടെ അവർ എൻ്റെ മോളെ എന്തെങ്കിലും ചെയ്തോ? ശങ്കർ ചോദിച്ചു. ഇല്ല സർ, ഞാൻ അവിടെ കറക്റ്റ് സമയത്ത് തന്നെയാണ് എത്തിയത്. കുറച്ച് വൈകിയിരുന്നെങ്കിൽ ഈ കോലത്തിൽ അവളെ നിങ്ങൾക്ക് കിട്ടില്ലായിരുന്നു. രാത്രി ആയതുകൊണ്ട് വഴിതെറ്റി കുറച്ച് ആദിവാസികളുടെ കുടിയിൽപ്പെട്ടു. അവിടെ നിന്നും രാവിലെ ഇറങ്ങി. നല്ല മനുഷ്യരാണ് അവർ, വഴി കാണിച്ചു തന്നു. ശരി സർ, നല്ല ക്ഷീണമുണ്ട്, ഞാൻ പോകുന്നു, അവൻ പറഞ്ഞു. ഭക്ഷണം കഴിച്ചിട്ട് പോവാം. എങ്ങനെ തന്നോട് നന്ദി പറയണമെന്നറിയില്ല. ഒരുപാട് നന്ദിയുണ്ട്. കാശ് തന്നാൽ മതിയാവില്ലെന്നും അറിയാം. ഇതാ ചെക്കാണ്, വാങ്ങണം. ഡേവിഡിൻ്റെ കയ്യിൽ ചെക്ക് കൊടുക്കുന്നതും അവൻ അത് വാങ്ങുന്നതുമൊക്കെ നിഹ കാണുന്നുണ്ടായിരുന്നു. അവളുടെ ഹൃദയം മുറിഞ്ഞു. ഒരു ചിരിയോടെ ഡേവിഡ് പോകുന്നത് അവൾ ദൂരെ നിന്ന് നോക്കി നിന്നു. നിഹ പറഞ്ഞതും ജാനകിയും ശങ്കറും അവരെ രണ്ടുപേരെയും മാറി മാറി നോക്കി. അതവരുടെ ഒരു ചരടല്ലേ. നമ്മുടെ ഇവിടെ വിവാഹം രജിസ്റ്റർ ചെയ്യണം. അതുകൊണ്ട് ഒരിക്കലും നിങ്ങളുടെ വിവാഹം ഒരു വിവാഹമല്ല. നിഹ, നിന്റെ കഴുത്തിലുള്ള ആ ചരട് നീയായി തന്നെ അഴിച്ചു മാറ്റണം, ശങ്കർ ദൃഢനിശ്ചയത്തോടെ പറഞ്ഞു. അതിന് പകുതി കഥയെ മീനു പറഞ്ഞിട്ടുള്ളൂ. ബാക്കി കഥ ഞാൻ പറയാം, അല്ലേ മീനു? ഡേവിഡ് ഒരു കള്ളച്ചിരിയോടെ ചോദിച്ചു. എന്നാൽ അവർ രണ്ടാളും അവൻ്റെ മീനു എന്ന വിളിയിൽ ഞെട്ടി നിൽക്കുകയാണ്. അതിനു മുമ്പ് ഈ മീനു എന്ന വിളി നിങ്ങൾ രണ്ടുപേരും മറന്നിട്ടില്ല എന്ന് നിങ്ങളുടെ ഞെട്ടലിൽ നിന്ന് മനസ്സിലായി. ആ കഥ ഞാൻ തന്നെ പറയാം. ശാന്തിവനം എന്ന കൊച്ചു ആശ്രമം. തികച്ചും ഒറ്റപ്പെട്ട് താമസിക്കുന്ന സ്ത്രീകളായിരുന്നു അത് നടത്തുന്നത്. അവിടെ കൃഷി ചെയ്തും തുന്നൽ പണികളും ചെയ്തുമൊക്കെയാണ് അവർ അവിടെ കഴിയുന്നത്. അനാഥാലയങ്ങളല്ലായിരുന്നു. എന്നാൽ ഒരു ദിവസം അടുത്തുള്ള ഓടയിൽ കുഞ്ഞിൻ്റെ ശബ്ദം കേട്ട് നാട്ടുകാരും പോലീസുകാരും എല്ലാവരും എത്തുന്നു. ഒരാൺകുഞ്ഞ്. അവസാനം കോടതി അതിനെ ശാന്തിവനത്തിൽ താമസിക്കാൻ ഉത്തരവ് വിടുന്നു. അത് ആ അമ്മമാർ ചോദിച്ചു വാങ്ങി എന്ന് വേണം പറയാൻ. കുറേ അമ്മമാരുടെ കൂടെ അവൻ വളർന്നു. അവർ അവനെ വിളിച്ചിരുന്നത് ചന്തു എന്നായിരുന്നു. കുഞ്ഞിനെ ഉപേക്ഷിച്ചു പോയപ്പോൾ കുരിശുമാലയും ഉണ്ടായിരുന്നു. അങ്ങനെയാണ് അവന് ഡേവിഡ് ജോൺ എന്നവൻ്റെ അമ്മമാർ പേരിട്ടത്. നല്ല സ്കൂളിൽ തന്നെ അവനെ ചേർത്ത് പഠിപ്പിച്ചു. ആ സമയത്ത് വേറെ കുട്ടികളൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെ 25ഓളം അമ്മമാരുണ്ടായിരുന്നു. 7 വയസ്സുവരെ ആരും അവിടെ തന്നെ ഉണ്ടായിരുന്നില്ല. ഒരു രാത്രി കുഞ്ഞിൻ്റെ ശബ്ദം കേട്ടാണ് എല്ലാവരും ഉണർന്നത്. ശാന്തിവനത്തിൻ്റെ മുറ്റത്ത് പിങ്ക് ടർക്കിയിൽ പൊതിഞ്ഞ ഒരു കുഞ്ഞു മാലാക. മുലപ്പാലിൻ്റെ മണം മാറാത്ത ആ കുഞ്ഞിനെ ഇങ്ങനെ ഉപേക്ഷിച്ചു പോയവർ ആരാണെന്ന് മാത്രം അറിഞ്ഞില്ല. കൂടെ ഒരു കത്തുമുണ്ടായിരുന്നു. ഈ കുഞ്ഞിനെ വളർത്തണം. കൂടെ കൊണ്ടുപോവാൻ അറിയാഞ്ഞിട്ടല്ല, പക്ഷേ എൻ്റെ യാത്ര മരണത്തിലേക്കാണ്. നൊന്തുപെറ്റ പൈതലിനെ കൊല്ലാൻ കഴിയില്ല. ആരെങ്കിലും മകളെ ആവശ്യപ്പെട്ട് വന്നാൽ കൊടുക്കണം. എൻ്റെ മകൾക്ക് എന്നും നല്ലതേ വരൂ എന്ന് കരുതി ഈ അമ്മ ഈ മണ്ണിൽ നിന്നും യാത്രയാവും. അത്രയും കത്തിലുണ്ടായിരുന്നു. ആ അമ്മമാരെക്കാൾ മുൻപ് കുഞ്ഞിനെ എടുത്തത് ചന്തു ആയിരുന്നു. അവനായിരുന്നു കൂടുതൽ സന്തോഷമുണ്ടായിരുന്നത്. പിന്നീടുള്ള ദിവസങ്ങൾ അവൻ അവളെ കൈവെള്ളയിൽ കൊണ്ടു നടന്നു. ഏറ്റവും കൂടുതൽ സന്തോഷം അവന് തന്നെയായിരുന്നു. സ്കൂൾ വിട്ടു വന്നാൽ അവനാണ് എടുക്കുന്നതും കളിപ്പിക്കുന്നതുമൊക്കെ. അവൾക്ക് അവർ മീനു എന്ന് പേരിട്ടു. 2 വയസ്സുവരെ ചന്തുവും മീനുവും ഒരുമിച്ചായിരുന്നു. ചന്തുവേട്ട എന്ന് വിളിച്ചില്ലെങ്കിലും ചേട്ടാ എന്നായിരുന്നു വിളിച്ചിരുന്നത്. ഒരു ദിവസം സ്കൂൾ കഴിഞ്ഞു വന്നു മീനുവിനെ കാണാതെ ചന്തു വിഷമിച്ചു. അവളെ ആരോ വന്ന് കൊണ്ടുപോയി എന്നറിഞ്ഞപ്പോൾ ചന്തു വളരെയധികം ദേഷ്യത്തിലായിരുന്നു. അവൻ്റെ ജീവനാണ് മീനു എന്നത് അന്നാണ് എല്ലാവർക്കും മനസ്സിലായത്. 18-ാം വയസ്സിൽ മീനുവിനെ അന്വേഷിച്ച് ഇറങ്ങിയതാണ് ചന്തു. എന്നാൽ അവൻ ചെന്നെത്തിയത് അരവിന്ദൻ എന്ന ഗുണ്ടയുടെ അടുത്താണ്.
അന്നു മുതൽ അയാളുടെ വലം കൈയായിരുന്നു ചന്തു. അന്നു തൊട്ട് മീനു പെങ്ങളല്ല, മറിച്ച് ഇന്നും ആ കൊച്ചു സുന്ദരി തൻ്റെ എല്ലാമാണെന്ന് അവൻ മനസ്സിലാക്കിയിരുന്നു. ഇവളാണ് മീനു എന്നറിഞ്ഞത് ഇവൾ എന്നോട് ചോദിച്ചപ്പോഴാണ്. അന്നത്തെ ആ സംഭവം കഴിഞ്ഞതിൽ പിന്നെ ഇവൾ ഡേവിഡിനെ കാണുമ്പോൾ സംസാരിക്കാൻ ചെല്ലും, എന്നാൽ അവൻ അവളെ മൈൻഡ് ചെയ്യാതെ പോവും. അങ്ങനെ ഒരു ദിവസം മനഃപൂർവ്വമായിരുന്നു ഡേവിഡ് നിഹയെ കാണുമ്പോൾ ഒഴിഞ്ഞു മാറിയത്. അന്ന് ആ മഞ്ഞച്ചരട് കെട്ടിയതിൽ പിന്നെ ഹൃദയം പിടിയുന്നതും ചേർത്ത് പിടിക്കണമെന്നൊക്കെ തോന്നുന്നതും അവൻ അറിയുന്നുണ്ട്. അതുകൊണ്ടാണ് മനഃപൂർവ്വം അവളെ അവൻ ഒഴിവാക്കി വിടുന്നത്. എന്നാൽ അവളെ മനഃപൂർവ്വം ഒഴിവാക്കി വിട്ടിട്ടും തന്നിലേക്ക് തന്നെ അവൾ വരുന്നത് കാണുമ്പോൾ ഉള്ളിലുണ്ടാകുന്ന വികാരത്തെ തടഞ്ഞു നിർത്തുകയാണവൻ. ഇന്ന് ഡേവിഡിനെ പിടിച്ചു കെട്ടിയത് ആ ചോദ്യമായിരുന്നു. എൻ്റെ കുഞ്ഞിലെ ഫോട്ടോ എങ്ങനെ ഡേവിഡ് ചായന് കിട്ടി? അവളുടെ ചോദ്യം മനസ്സിലാകാത്തതുപോലെ അവളെ തന്നെ അവൻ നോക്കി നിന്നു. അന്ന് ഹോട്ടലിൽ വെച്ച് ഞാൻ കണ്ടതാണല്ലോ ഇച്ചായൻ്റെ പേഴ്സിൽ എൻ്റെ കുഞ്ഞിലെ ഫോട്ടോ. അങ്ങനെയുള്ള ഒരുപാട് ഫോട്ടോസ് എൻ്റെ വീട്ടിലുണ്ട്. അതെങ്ങനെ കിട്ടി എന്നെനിക്കറിയണം. ഇനി സിനിമയിൽ ട്വിസ്റ്റ് വരുന്നത് പോലെ ഞാൻ ഡേവിഡ് ചായൻ്റെ മുറപ്പെണ്ണു മറ്റോ ആണോ എന്നറിയാനാ. അവളുടെ സംസാരം ഒരേ സമയം സന്തോഷവും വാത്സല്യവും തോന്നിപ്പിച്ചു. ഇത്രയും വർഷം ആരെയാണോ തനിക്ക് കാണേണ്ടിയിരുന്നത് അവളെ തേടി കണ്ടുപിടിക്കാതെ തന്നെ തൻ്റെ മുന്നിൽ എത്തിച്ചിരിക്കുന്നു ദൈവം. എന്താണ് ഞാൻ അവൾക്ക് നൽകേണ്ട മറുപടി? ഈ കാണുന്ന സുഖസൗകര്യങ്ങളോട് ജീവിച്ച അവൾക്ക് താൻ ഒരു അനാഥയാണ് എന്ന് ഉൾക്കൊള്ളാൻ സാധിക്കുമോ? വേണ്ട, ഒന്നും അറിയണ്ട. നിന്റെ ഫോട്ടോ ഒന്നുമല്ല, അതെൻ്റെ മീനുട്ടിയുടെയാണ്. അല്ലെങ്കിലും ശങ്കറിൻ്റെ രാജകുമാരിയുടെ ഫോട്ടോ ഈ പാവം തെമ്മായിയുടെ പേഴ്സിൽ എങ്ങനെ വരും? നീ പോയേ. അവളുടെ ഓരോ പൊട്ടത്തരങ്ങൾ. നിറഞ്ഞു വന്ന കണ്ണുകൾ അവളിൽ നിന്നും മറച്ചു വെച്ച് ദേഷ്യത്തോടെ അവൻ പറഞ്ഞു. മനഃപൂർവ്വം അവളെ കാണാൻ വേണ്ടി മാത്രമായിരുന്നു അവൾ പഠിക്കുന്ന കോളേജിന് മുന്നിൽ എവിടെയെങ്കിലും നിൽക്കുന്നത്. എന്നാൽ ഇന്ന് തൻ്റെ പ്രാണനായവളോട് ഇങ്ങനെ കളവ് പറയുമ്പോൾ നെഞ്ചിൽ കല്ലെടുത്ത് വെച്ചതുപോലെ തോന്നുന്നു. ഞാനായി തന്നെ സത്യം പറയില്ല, അവളായിരുന്നു എൻ്റെ മീനു. ശരിയാണ്, ആദ്യം കണ്ടപ്പോൾ തന്നെ മീനുവിനെ ഓർമ്മിപ്പിച്ചു അവളിൽ. അറിയുന്ന പ്രായത്തിൽ മീനു തൻ്റെ പ്രാണനായി മാറിയിരുന്നു. അവളെ ഓർക്കാതെ ഒരു ദിവസം പോലും ഡേവിഡിനില്ലായിരുന്നു. ആ പ്രാണൻ താൻ താലി കെട്ടിയ പെണ്ണാണെന്നറിഞ്ഞപ്പോൾ സന്തോഷം ഇരട്ടിയായേ ചെയ്തുള്ളൂ. കാരണം അവളെ കാണുമ്പോഴുള്ള ഹൃദയത്തിൻ്റെ ചാഞ്ചാട്ടത്തിനെ മനഃപൂർവ്വം ഒഴിവാക്കിയതാണ് ഞാൻ. മീനുവിനെ മറന്ന് എനിക്ക് ഒരിക്കലും ഇവളെ സ്നേഹിക്കേണ്ട എന്നായിരുന്നു. ഇവളെ കാണുമ്പോഴൊക്കെ താൻ മീനുവിനെ മറക്കുന്നുണ്ടെന്ന് ഉള്ളിൽ നിന്ന് ആരോ പറയുന്നത് പോലെ. എന്നാൽ മീനുവും നിഹയും രണ്ടല്ല ഒരാളാണെന്ന് ഡേവിഡിനെ ഒരുപാട് സന്തോഷിപ്പിച്ചു. എന്നാൽ തൻ്റെ ജീവിതത്തിലേക്ക് ഒരിക്കലും അവളെ കൂടെ കൂട്ടണോ എന്നത് ഒരുപാട് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അല്ല, ഞാൻ കണ്ടതാണ്, അതെൻ്റെ ഫോട്ടോയാ. ഒരിക്കൽ പറഞ്ഞു നിൻ്റെ ഫോട്ടോ അല്ലെന്ന്. ഈ രാജകുമാരി ഒന്ന് പോയേ, എനിക്ക് വേറെ ഒരുപാട് പണിയുണ്ട്. നിന്റെ കിന്നാരം കേട്ടിരിക്കാൻ നേരമല്ല. അവൻ അതും പറഞ്ഞ് തൻ്റെ ബൈക്കെടുത്ത് മുന്നോട്ടേക്ക് പോയി. എന്നാൽ നിഹ വിടാൻ ഭാവമില്ലായിരുന്നു. പിറ്റേന്ന് അവൾ അവനെ കാണിക്കാൻ വേണ്ടി അവളുടെ കുഞ്ഞിലെ ആൽബം തന്നെ കൊണ്ടുവന്നിരുന്നു. എന്നാൽ അവൻ അവളുടെ മുന്നിൽ നിന്നതേയില്ല. ഒരുപാട് ദൂരെ നിന്നും അവളെ നോക്കി അവൻ മടങ്ങും. അവനെ കാണാതെ അവൾക്ക് നിൽക്കാൻ വയ്യാത്ത അവസ്ഥയായി മാറി. രാത്രിയിൽ തൻ്റെ നെഞ്ചോടൊട്ടിച്ചേർന്ന് നിൽക്കുന്ന ചരടിൽ അവൾ അമർത്തിമുത്തും. അവനെ എന്നെങ്കിലും എനിക്ക് ലഭിക്കുമോ എന്നവൾ അവളോട് തന്നെ ചോദിച്ചുകൊണ്ടിരുന്നു. എന്നാലും അവൾക്കറിയാവുന്ന ഈശ്വരന്മാരോട് അവൾ ഉള്ളുരുകി പ്രാർത്ഥിച്ചു, തൻ്റെ ഇച്ഛായനെ തനിക്ക് നൽകണേ എന്ന്. ഉറക്കം വരാതെ അവൾ റൂമിൽ നിന്നും പുറത്തേക്ക് നടന്നു. അച്ഛൻ്റെയും അമ്മയുടെയും മുറിയിൽ സംസാരം കേൾക്കുന്നുണ്ട്. അവൾ അവർക്കടുത്തേക്ക് പോവാൻ നോക്കി. ശങ്കർ, അവൾ നമ്മുടെ സ്വന്തം മകളല്ല എന്ന് അവൾ എന്നെങ്കിലും അറിയോ? ജാനകിയുടെ ശബ്ദം അവൾ കേട്ട് നിശ്ചലമായി അവിടെ നിന്നു. ഇല്ലടോ, അവൾ നമ്മുടെ രാജകുമാരിയല്ലേ. ഒരിക്കലും അവൾ അറിയില്ല. അവൾ അനാഥയല്ല. ഈ ശങ്കറിൻ്റെയും ജാനകിയുടെയും മകളാണ് നമ്മുടെ രാജകുമാരി. ഭാര്യയെ ആശ്വസിപ്പിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു. ഇതൊക്കെ കേട്ട് വായ പൊത്തി നിഹ സ്വന്തം മുറിയിലേക്ക് ഓടി. അപ്പോൾ താനും ഒരു അനാഥയാണോ? അതാണോ കുഞ്ഞിനു നോഹയുടെ ഫോട്ടോയും അമ്മയുടെ ഉദരത്തിലുള്ള ഫോട്ടോയും ഒന്നും കാണിക്കാത്തത്? പലവട്ടം ചോദിച്ചതാണ്, എൻ്റെ പ്രസവിച്ച മുതലുള്ള ഫോട്ടോ ഒന്നും ഇല്ലേ എന്ന്. അപ്പോൾ അമ്മ പറയും, ഞങ്ങൾ പഴയ വീട് മാറുമ്പോൾ കുറേ ആൽബം മിസ്സായിട്ടുണ്ടെന്ന്. എന്നാൽ ഇന്ന് അതൊക്കെ കള്ളമായി തീർന്നിരിക്കുന്നു. അറിയണം, അതിനു മുമ്പ് ഡേവിഡ് ചായനെ കാണണം. ആ ഫോട്ടോയിലുള്ളത് ഞാനാണെന്നറിഞ്ഞപ്പോൾ എന്തോ കളഞ്ഞു പോയത് തിരിച്ച് കിട്ടിയ സന്തോഷം ഇച്ചായൻ്റെ കണ്ണിലുണ്ടായിരുന്നു. എന്തൊക്കെയോ മറയ്ക്കാൻ ശ്രമിക്കുകയായിരുന്നു. നാളെ എല്ലാ സത്യങ്ങളും അറിയണം.
പിറ്റേന്ന് ഞായറായതുകൊണ്ട് അവൾ ഫ്രണ്ട് നീനുവിനെ കാണാൻ പോവുന്നു എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നും ഇറങ്ങി. പപ്പയോടും അമ്മയോടും മുഖത്തേക്ക് അവൾ നോക്കിയില്ല. അവരെ കാണുമ്പോൾ എല്ലാം പറഞ്ഞ് ആ നെഞ്ചിലേക്ക് വീഴാൻ തോന്നും. എന്നാൽ മകളുടെ വിഷമം ജാനകിക്ക് മനസ്സിലായിരുന്നു. തൻ്റെ മകൾക്ക് എന്തോ വിഷമമുണ്ടെന്ന് അവർക്ക് തോന്നി. അന്നത്തെ സംഭവങ്ങൾക്ക് ശേഷം മകൾക്ക് വന്ന മാറ്റങ്ങൾ കാണുകയായിരുന്നു അവർ. ചില നേരങ്ങളിൽ ചിരിക്കുന്നതും എന്തൊക്കെയോ ചിന്തിച്ചു നടക്കുന്നതൊക്കെ അവർ കാണുന്നുണ്ടായിരുന്നു. ശങ്കറിനോട് പറഞ്ഞപ്പോൾ അതൊക്കെ നിന്റെ തോന്നലായിരിക്കും എന്നാണ് പറയാറ്. പെൺകുട്ടികൾ ഒരു പ്രായമാവുമ്പോൾ അമ്മമാർക്കുള്ള പൊതുവായ കാര്യമാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം അതിനെ തള്ളിക്കളഞ്ഞു. പിന്നെ ഒരു കളിയാക്കലും, എല്ലാ ടിപ്പിക്കൽ അമ്മമാരെ പോലെ എൻ്റെ ഭാര്യയും ആയല്ലോ എന്ന്. എന്നാൽ ജാനകിയുടെ ഉള്ളിൽ തൻ്റെ മകളെ എന്തോ ഒന്ന് ഉണ്ടെന്ന് ഉറപ്പായിരുന്നു. നിഹ നേരെ അവനെ അന്വേഷിച്ചു. അവൻ താമസിക്കുന്ന സ്ഥലത്തെത്തി. ഒരൊറ്റമുറിയുള്ള കുഞ്ഞു വീട്. കോളിംഗ് ബെൽ അടിച്ചുകൊണ്ട് അവൾ അവനായി കാത്തിരുന്നു. എന്നാൽ രാത്രി എപ്പോഴോ വന്നു മയങ്ങിയതാണ് ഡേവിഡ്. രാവിലെ കോളിംഗ് ബെൽ ശബ്ദം കേട്ട് ഉറക്കം മുറിഞ്ഞ ദേഷ്യത്തിൽ വാതിൽ തുറന്നു ഡേവിഡ്. എന്തോ ദേഷ്യത്തോടെ പറയാൻ വന്ന ഡേവിഡ് കാണുന്നത് നിഹയെയാണ്. നീ എന്താടി ഇവിടെ? ദേഷ്യത്തോടെ തന്നെ അവൻ ചോദിച്ചു. എന്നാൽ അവൻ്റെ ദേഷ്യത്തിൽ പതറാതെ അവൾ അവനെ തള്ളിമാറ്റി അകത്തേക്ക് കയറി. വീട് മൊത്തം നോക്കുകയായിരുന്നു അവൾ. ഒരു ഹാളും കിച്ചണും ഒരു ബെഡ്റൂമും ബാത്റൂമും, ഇത്രയായിരുന്നു ആ വീട്. എന്നാൽ എല്ലാം നല്ല വൃത്തിയിൽ തന്നെ വെച്ചിട്ടുണ്ട്. ഡീ, എങ്ങോട്ടാ ഇടിച്ചു കയറുന്നത്? പോയേ മനുഷ്യൻ്റെ ഉറക്കം കളയാൻ. അവൻ അവളെ കൈപിടിച്ച് തിരിച്ചുകൊണ്ട് പറഞ്ഞു. ഞാൻ 10 മിനിറ്റ് സമയം തരും. ഫ്രഷായി വാ, എനിക്ക് സംസാരിക്കാനുണ്ട്. കൂടാതെ കുറച്ച് സത്യങ്ങളും. അവൾ അവൻ്റെ ദേഷ്യത്തിൽ പതറാതെ അവൻ്റെ കണ്ണുകളിൽ തന്നെ നോക്കിക്കൊണ്ട് പറഞ്ഞു. എനിക്ക് ഉത്തരങ്ങൾ കിട്ടാതെ ഞാൻ ഇവിടെ നിന്നും പോവില്ല, അവൾ പറഞ്ഞു. അവൾ പറഞ്ഞതനുസരിച്ച് അവൻ ബാത്റൂമിൽ കയറി ഒന്ന് ഫ്രഷായി വന്നു. അപ്പോഴേക്കും അവൾ 2 കട്ടൻ എടുത്തു വന്നു. ഫുഡൊന്നും ഉണ്ടാക്കാറില്ലെന്ന് അടുക്കള കണ്ടപ്പോൾ അവൾക്ക് മനസ്സിലായി. ആകെ കൂടി ചായ മാത്രം ഉണ്ടാക്കുന്ന സാധനങ്ങൾ മാത്രമേ അതിലുള്ളൂ. ഇന്നാ ഇത് കുടിക്ക്. ഒരു ഗ്ലാസ് കട്ടൻ അവൾ അവന് നൽകി. അതും കുടിച്ച് അവൻ പുറത്തേക്ക് നടന്നു. കൂടെ അവളും. നിനക്കെന്താണ് പറയാനുള്ളത്? വേഗം പറഞ്ഞിട്ട് പോ, അവൻ പറഞ്ഞു. ഞാൻ ആരാണെന്നാണ് എനിക്കറിയേണ്ടത്. നീ ശങ്കറിൻ്റെ പ്രിൻസസ് അല്ലേ? ഇതാണോ രാവിലെ ചോദിക്കാനുള്ളത്? അവൻ കളിയാക്കി. അല്ല, അതിനു മുമ്പ് ഞാൻ ആരായിരുന്നു എന്നാണ് ചോദിച്ചത്. ഇതാ നോക്ക്. അവൾ ഡേവിഡിൻ്റെ പേഴ്സ് എടുത്ത് അവളുടെ കയ്യിലുള്ള ഫോട്ടോയും കാണിച്ചു. ഇത് രണ്ടും ഞാനാണ്. ഇന്നലെ അമ്മ പറയുന്നത് കേട്ടു, ഞാനൊരു അനാഥയാണെന്ന്. പറ, എനിക്കറിയണം. ഡേവിഡ് ചായ, പറ, എനിക്കാരുമില്ലേ ഡേവിഡ് ചായ? അവൾ കരഞ്ഞുകൊണ്ട് ചോദിച്ചു. അവൾ കരഞ്ഞപ്പോൾ അവൻ്റെ ഹൃദയം വിങ്ങി. നിനക്കുള്ള ഉത്തരം ഞാൻ തരാം. അതിനു മുമ്പ് നമുക്കൊരു സ്ഥലം വരെ പോവണം. ഞാനിപ്പോൾ വരാം. അവൻ അതും പറഞ്ഞ് അകത്തേക്ക് പോയി. അവൻ ഫ്രഷായി ബൈക്കിൻ്റെ കീ എടുത്തുകൊണ്ട് വന്ന് വാ കയറ്, അവളോട് അവൻ പറഞ്ഞു. ഒട്ടും ചിന്തിക്കാതെ അവൾ അവൻ്റെ ബൈക്കിൻ്റെ പിറകിൽ കയറി. അവൾക്കറിയാം താൻ അന്വേഷിക്കുന്ന ഉത്തരം ഇന്ന് തനിക്ക് ലഭിക്കുമെന്ന്. അവരുടെ യാത്ര അവസാനിച്ചത് ആ പഴയ ആശ്രമത്തിലായിരുന്നു. അതും കുറേ ദൂരങ്ങൾ സഞ്ചരിച്ച് ഒരു ഉൾപ്രദേശത്തൂടെ കിടക്കുന്ന ഒരു വലിയൊരു കെട്ടിടം. പഴയ പോലെ അല്ലായിരുന്നു. ഡേവിഡ് കിട്ടുന്ന പൈസ എല്ലാം ആശ്രമത്തിൽ കൊടുക്കും. അവൻ്റെ സമ്പാദ്യമായിരുന്നു ഇന്ന് ഈ കാണുന്ന സ്നേഹത്തണൽ എന്ന അഭയകേന്ദ്രം. പണ്ടത്തെ പോലെ അല്ല. 500-ലധികം കുട്ടികളുണ്ട്, വയസ്സായ വൃദ്ധന്മാരുണ്ട്. എല്ലാവർക്കും പ്രിയപ്പെട്ടതാണ് ഡേവിഡ്. അവൻ്റെ സ്വർഗമാണത്. 4 മണിക്കൂർ യാത്രയ്ക്ക് ശേഷമാണ് അവരെത്തുന്നത്. ഇടയ്ക്ക് വണ്ടി നിർത്തി അവൻ ഫുഡ് കഴിച്ചു. രാവിലെ ഒന്നും കഴിച്ചിരുന്നില്ല. നിഹ പിന്നെ കഴിച്ചത് കൊണ്ട് വേണ്ട എന്ന് പറഞ്ഞു. ഡേവിഡിൻ്റെ ബൈക്ക് ശബ്ദം കേട്ടപ്പോൾ തന്നെ കുട്ടികൾ ചുറ്റും കൂടി. ചന്തുവേട്ടൻ വന്നേ എന്നും പറഞ്ഞ് അവൻ്റെ ചുറ്റും കൂടി. ചന്തുവേട്ടൻ? നിഹ അത്ഭുതത്തോടെ നോക്കി. വഴിയിൽ നിന്നും ചോക്ലേറ്റ് വാങ്ങി വെച്ചതുകൊണ്ട് എല്ലാവർക്കും അവൻ കൊടുത്തു. അവിടെ നിൽക്കുന്ന നിഹയെ കണ്ട് കുട്ടികൾ നോക്കി. ഇതാരാ ചന്തുവേട്ട? ഒരു കൊച്ചു സുന്ദരി ചോദിച്ചു. ഇത് നിങ്ങളുടെ ചേച്ചിയാ, ഡേവിഡ് ചിരിയോടെ പറഞ്ഞു. അവരോടൊപ്പം സംസാരിക്കുന്ന ഡേവിഡിനെ അവൾ ആദ്യമായി കാണുകയായിരുന്നു. ചിരിക്കുമ്പോൾ വിരിയുന്ന നുണക്കുഴി, അത് കാണാൻ തന്നെ പ്രത്യേക ഒരു ഭംഗിയായി അവൾക്ക് തോന്നി. ചേച്ചിയുടെ പേരെന്താ? 4-5 വയസ്സുള്ള ഒരു കുഞ്ഞു ചെക്കൻ. അവൾക്ക് എന്തോ അവരോട് നല്ല വാത്സല്യവും സങ്കടവും തോന്നി. ഒരമ്മയും അച്ഛനും ഉണ്ടാവും. അവരില്ലെങ്കിൽ ഒരു കുഞ്ഞും പിറവിയെടുക്കില്ല. എന്നിട്ടും എന്തുകൊണ്ടാണ് ഓരോ കുഞ്ഞുങ്ങൾ അനാഥരാവുന്നത്? അമ്മ പേറ്റുനോവ് അറിഞ്ഞ് ഒരമ്മയ്ക്കും ഒരു കുഞ്ഞിനെയും ഉപേക്ഷിക്കാനാവില്ല. അപ്പോൾ ഇവിടെ ഉപേക്ഷിച്ചു പോയ കുഞ്ഞുങ്ങളുടെ അമ്മമാർ പേറ്റുനോവ് സഹിച്ചിട്ട് കാണില്ലേ? എന്താണ് ഈ ലോകം ഇങ്ങനെ? കുറച്ച് സമയത്തെ സുഖത്തിന് വേണ്ടി അതിൻ്റെ പ്രതിഫലം പോലെ ഇതേപോലെ കുഞ്ഞുമക്കൾ. എൻ്റെ അമ്മയും ഇങ്ങനെയായിരുന്നോ? താനും ഇവരെ പോലെ കഴിയേണ്ടവളായിരുന്നില്ലേ? ഇങ്ങനത്തെ അവസ്ഥ തനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ലല്ലോ. അല്ല ചന്തുമോനെ, അവിടെ തന്നെ നിന്നതെന്തേ?
അകത്തു നിന്നും 50 പ്രായം തോന്നുന്ന സ്ത്രീ പുറത്തെ ബഹളം കേട്ടു വന്നു. ഞാൻ വരാനിരിക്കുകയായിരുന്നു മായമ്മേ. ഇവളെ ഇവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. അല്ല, ആരാ ഇത് ചന്തു? മായമ്മ ചോദിച്ചു. ഇത് നിഹാരിക ശങ്കർ. മായമ്മയ്ക്ക് അറിയാമെന്ന് കരുതുന്നു. എന്നാൽ ആ അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. മോളെ കാണുമെന്ന് ഒരിക്കലും കരുതിയതല്ല. ഞങ്ങൾ ഇങ്ങോട്ട് വന്നിട്ട് ഏകദേശം 3 വർഷത്തോളമായി. ഇവൻ സ്വന്തമായി കെട്ടിപ്പണിതതാണ് ഈ സ്ഥാപനം, ഇവൻ്റെ സ്വർഗ്ഗം. ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് എൻ്റെ മോൻ. ആ അമ്മ അവനെ തഴുകിക്കൊണ്ട് പറഞ്ഞു. വാ, അകത്തേക്ക് വാ രണ്ടാളും. ഡേവിഡിച്ച, ആരെ ഇവരൊക്കെ? നിഹ ചോദിച്ചു. നിനക്ക് ഇവരൊക്കെ അറിയാത്തതായിട്ടുള്ളൂ. ഇവർക്ക് നിന്നെ അറിയാം. വാ. അവളുടെ കൈ പിടിച്ച് അവൻ അകത്തേക്ക് നടന്നു. അവൻ്റെ കൈപിടിയിൽ അവൾ ഞെട്ടി. എങ്കിലും ഒരു ചേർത്ത് പിടിക്കൽ അവളും കൊതിച്ചിരുന്നു. മോളെ. അകത്ത് ചെല്ലുമ്പോൾ വീണ്ടും 2 അമ്മമാർ കൂടി അവളെ മുഖം തലോടി. വാ. അവളെ കൊണ്ടുപോയത് നേരെ ഓഫീസ് റൂമിലേക്കാണ്. അവിടെ പഴയ ഫോട്ടോസൊക്കെ തൂക്കിയിട്ടിട്ടുണ്ട്. അവൾ അതിലേക്ക് നോക്കി. 5 അമ്മമാരുടെ കൂടെ ഒരു കൊച്ചു പയ്യനും കൊച്ചു പെണ്ണും നിൽക്കുന്ന ഫോട്ടോ. കൂടെ ഒരു ഫോട്ടോയിൽ ആ പയ്യനും പെണ്ണും നിൽക്കുന്ന ഫോട്ടോ. ആ കൊച്ചു പെണ്ണ് അവളാണെന്ന് അവൾക്ക് ഉറപ്പായി. നിഹ, നിനക്ക് ഞാനൊരു കഥ പറഞ്ഞു തരാം. ഈ കഥ തീരുമ്പോൾ നീ അന്വേഷിക്കുന്നതിനുള്ള ഉത്തരം നിനക്ക് കിട്ടും. 5 അമ്മമാരും ഒരു കൊച്ചു ചെറുക്കനും താമസിക്കുന്ന ഒരു കൊച്ചു സ്വർഗം. ഒരു രാത്രി പെരുമഴയത്ത് ആ വീടിൻ്റെ വാതിൽ ഒരു കൊച്ചു മാലാക കുട്ടിയുടെ കരച്ചിൽ കേട്ട് ഉണർന്നു. ആ കൊച്ചു ചെറുക്കനായിരുന്നു വാതിൽ തുറന്നത്. തുറന്നു നോക്കുമ്പോൾ കാപ്പി കണ്ണുകളുള്ള ഒരു കൊച്ചു മാലാകക്കുട്ടി. കൂടെ ഒരു കത്തും. ഈ മോളെ നോക്കണമെന്നും ഇവളിവിടെ സുരക്ഷിതമായി ഇരിക്കുമെന്നും ഈ ലോകത്തോട് ആ അമ്മ വിട പറയുകയായിരുന്നു എന്നായിരുന്നു ആ കത്തിൽ. ആ ചെക്കൻ ആ കുഞ്ഞിനെ മാറോട് ചേർത്ത് പിടിച്ചു. അമ്മമാർ കുഞ്ഞിന് കുപ്പിപ്പാൽ കൊടുത്ത് വളർത്തി. പിറ്റേ ദിവസം ആ പ്രദേശത്തുള്ള ട്രക്കറിൽ ഒരു സ്ത്രീയുടെ ബോഡി കിട്ടി. പിന്നെ ആ അമ്മമാരും ആ ചെറുക്കനും കൂടി ആ കുഞ്ഞിനെ വളർത്തി. ആ ചെക്കനായിരുന്നു അവളെ ജീവനെപ്പോലെ സ്നേഹിച്ചത്. 2 വയസ്സുവരെ അവളും അവനും ആ അമ്മമാരും ഉള്ള സ്വർഗത്തിലായിരുന്നു അവൾ. ഒരു ദിവസം ആ ചെക്കന് സ്കൂൾ വിട്ട് വന്നപ്പോൾ ആ മാലാക കുട്ടിയെ കാണാനില്ല. അമ്മമാർ പറഞ്ഞു അവൾ രാജകുമാരിയായി കൊണ്ടുപോയെന്ന്. അവൾ സന്തോഷത്തോടെ കഴിഞ്ഞു പോട്ടെ എന്ന്. എന്നാൽ ആ കൊച്ചു പയ്യന് അവളെ മറക്കാൻ കഴിഞ്ഞില്ല. വളർന്നു വരുന്തോറും അവൻ്റെ ഉള്ളിൽ അവളെ കാണാനുള്ള മോഹം കൂടി വന്നു. 18-ാം വയസ്സിൽ അവളെ അന്വേഷിച്ചവൻ നടന്നു. പക്ഷേ അവളെക്കുറിച്ച് ഒരു വിവരവും അവന് ലഭിച്ചില്ല. ഒരു ദിവസം അവളായി തന്നെ മുന്നിൽ വന്നു. ഡേവിഡ് ഒരു ചിരിയോടെ നിഹയെ നോക്കിക്കൊണ്ട് പറഞ്ഞു. നിഹയുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾക്ക് ഉള്ളിൽ എന്താണ് നടക്കുന്നതെന്ന് അറിയില്ലായിരുന്നു. ഇത്രനാളും ശങ്കറിൻ്റെ മകൾ എന്നല്ലാതെ ആരുടെ വായിൽ നിന്നും കേട്ടിട്ടില്ല. പപ്പയുടെ പ്രിൻസസ് എന്നല്ലാതെ പപ്പ പറഞ്ഞിട്ടില്ല. അമ്മ എൻ്റെ മോളെ എന്നല്ലാതെ വിളിച്ചിട്ടില്ല. പിന്നെ അവരൊക്കെ എൻ്റെ ആരുമല്ല എന്ന് എനിക്ക് വിശ്വസിക്കാൻ പോലും ഇപ്പോൾ പറ്റുന്നില്ല. നിഹ, നിൻ്റെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാവും. നീ എന്നും ശങ്കറിൻ്റെ മകൾ തന്നെയാണ്. ഒരിക്കലും ഞങ്ങളുടെ മീനു ആവരുത്. കാരണം നിന്നെ വളർത്തി വലുതാക്കിയ നിൻ്റെ മാതാപിതാക്കളോട് നിനക്കെന്നും കടപ്പാട് വേണം. നിൻ്റെ ഉള്ളിലെന്നും ഒരിക്കലും അവരെ വേദനിപ്പിക്കരുത്. അതവരോട് നീ പറയും ചെയ്യരുത്. അത് നീ ചെയ്യുന്ന ചതിയാവും. പിന്നെ എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. മീനുവിനെ ഞാൻ അനിയത്തിയായി കാണാൻ ഒരുപാട് ശ്രമിച്ചതാണ്. എന്നാൽ ഒരിക്കലും എനിക്കങ്ങനെ കാണാൻ കഴിയില്ല. നിൻ്റെ കഴുത്തിൽ താലി കെട്ടുമ്പോൾ മുതൽ എൻ്റെ ഉള്ളിൽ ആ 2 വയസ്സുകാരി മീനുവായിരുന്നു. എന്നാൽ മീനു നീയാണെന്നറിഞ്ഞപ്പോൾ എൻ്റെ സന്തോഷം കൂടി. നിന്നെ എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഞാൻ സ്നേഹിച്ചു തുടങ്ങിയിരുന്നു. അപ്പോഴേക്കും എൻ്റെ മനസ്സിൽ മീനു ചോദ്യചിഹ്നമായി മാറിയിരുന്നു. നിൻ്റെ കണ്ണിൽ കാണുന്ന എന്നോടുള്ള ഇഷ്ടത്തെ ഞാൻ കണ്ടില്ലെന്ന് നടിച്ചു. ഇനിയും നിന്നെ അകറ്റാൻ എനിക്ക് തോന്നുന്നില്ലടി. അതും പറഞ്ഞ് അവളെ അവൻ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ആ ചേർത്ത് പിടിക്കലിൽ അവൾക്ക് ആശ്വാസമേകി. അവളുടെ കണ്ണുനീർ അവൻ്റെ ഷർട്ടിനെ നനച്ചു. വാ. അവൻ അവളെയും കൊണ്ട് നടന്നു. അവരുടെ പൂജാറൂമിൽ പോയി. അമ്മമാരുടെ സാന്നിധ്യത്തിൽ അവളുടെ കഴുത്തിൽ അവൻ ആ ചരട് മാറ്റി. അവൻ ഒരു ചെറിയ സ്വർണ്ണ ചെയിൻ കോർത്ത താലി ചാർത്തി. ചന്തുവേട്ട, ഈ ചരട് കൂടി ഈ കഴുത്തിൽ കെട്ടിത്തരൂ. എന്തോ ഇത് അഴിച്ചു മാറ്റാൻ പറ്റാത്തതുപോലെ അവൾ പറഞ്ഞപ്പോൾ സന്തോഷത്തോടെ അതും കൂടി അവൻ കഴുത്തിൽ കെട്ടിക്കൊടുത്തു. അമ്മമാർ അവരെ അനുഗ്രഹിച്ചു. അവിടെ നിന്നും ഭക്ഷണമെല്ലാം കഴിച്ച് അവർ യാത്രയായി. ശങ്കറിൻ്റെയും ജാനകിയുടെയും കണ്ണുകൾ നിറഞ്ഞു. പപ്പയും അമ്മയും കരയരുത്. ഞാൻ നിങ്ങളുടെ മകൾ തന്നെയാണ്. പക്ഷേ എനിക്കെൻ്റെ ചന്തുവേട്ടനെ വേണം. പ്ലീസ് പപ്പ, ഞങ്ങൾ ഈ താലി കെട്ടിയെന്നേ ഉള്ളൂ. രജിസ്റ്റർ ചെയ്തിട്ടില്ല. ചന്തുവേട്ടൻ്റെ നിർബന്ധമാണ്. പപ്പയുടെയും അമ്മയുടെയും അനുഗ്രഹത്തോടെ അത് മതി എന്നത്. നിങ്ങളുടെ പൂർണ്ണ സമ്മതത്തോടെ ഞങ്ങൾ ഒന്നിച്ച് ജീവിക്കണം, നിഹ പപ്പയോട് പറഞ്ഞു.
ഞാൻ അന്നേ ആ അമ്മമാർ പറഞ്ഞതാണ്. ഇപ്പോൾ ഇവളെ കൊണ്ടുപോയിക്കോളൂ. അവളെ അന്വേഷിച്ച് ഒരു നാൾ എന്തായാലും അവളുടെ ചന്തുവേട്ടൻ വരുമെന്ന്. നീ സ്കൂളിൽ പോയ സമയത്തായിരുന്നു ഞങ്ങൾ വന്നതും പോയതുമെല്ലാം. പിന്നെ ഇവളും ഞങ്ങൾ കൊണ്ടുവന്നതു മുതൽ ചന്തുവേട്ടൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് വാശി പിടിച്ച് കരഞ്ഞിരുന്നു. പിന്നെ പയ്യെ പയ്യെ ഇവൾ ഞങ്ങളുടെ മകളാവുകയായിരുന്നു. ഇപ്പോൾ എനിക്ക് സന്തോഷമുണ്ട്. ഇവൾക്ക് അനുയോജ്യൻ നീ തന്നെയാണ്. പിന്നെ ഉള്ളിടത്ത് പോയി ജീവിക്കാം. ഞങ്ങൾക്കിപ്പോൾ നീയും മകനാണ്. ഇവിടെ താമസിക്കാം നിങ്ങൾക്ക്. നിർബന്ധിക്കുന്നില്ല. പക്ഷേ ഇവളില്ലാതെ ഞങ്ങൾക്ക് പറ്റില്ല. ശങ്കർ അവനെ കെട്ടിപ്പിടിച്ചു പറഞ്ഞു. അതിന് ഡെവി ചിരിച്ചു. ചന്തുവേട്ടാ, ഏട്ടാ! നിഹ മുകളിൽ നിന്നും വിളിച്ചു. രാത്രിയിൽ ഉറങ്ങിക്കിടക്കുന്ന ഡേവിഡിനെ അവൾ തട്ടി വിളിച്ചു. എന്താടി, ഉറങ്ങാൻ സമ്മതിക്കില്ലേ? ഏട്ടാ, ഇവിടെ വേദനിക്കുവാ. അവളുടെ ശബ്ദം ഇടറിയിരുന്നു. മീനൂട്ടി, ഒന്നുമില്ല, വാ. അവൻ അവളെ കൊണ്ട് കൈകളിൽ എടുത്തുകൊണ്ട് താഴേക്ക് ഇറങ്ങി. താഴെ പപ്പയുടെയും അമ്മയുടെയും മുറിയിൽ ഡേവിഡ് തട്ടി. പപ്പ, അമ്മ! ഡേവിഡ് വിളിച്ചു. എന്താടാ ചന്തു? മകളെ എടുത്ത് നിൽക്കുന്ന അവനോട് ചോദിച്ചു. പപ്പ, ഇവൾക്ക് വേദന തുടങ്ങിയെന്ന് തോന്നുന്നു. അമ്മ, പെട്ടെന്ന് വാ, എനിക്കെന്തോ പേടിയാവുന്നു. നിഹയുമായി കയ്യിലുള്ള നിഹയെ നോക്കിക്കൊണ്ട് ഡേവിഡ് പറഞ്ഞു. പിന്നെ പപ്പയുടെയും അമ്മയും ഡേവിഡും കൂടി ഹോസ്പിറ്റലിലെത്തി. രാത്രി ആയതുകൊണ്ട് പെട്ടെന്ന് ഡോക്ടർ എത്തി. പേടിക്കേണ്ട, പെയിൻ തുടങ്ങി, അത്രയുള്ളൂ. പിന്നെ ആദ്യമേ പറഞ്ഞതാണല്ലോ, 1 അല്ല 3 പേരാണുള്ളത് എന്ന്. അതിൽ ഒരാളുടെ പൊസിഷൻ, അതാണ് ഞങ്ങളെ പേടിപ്പിക്കുന്നത്. പെയിൻ പൂർണ്ണമാകാൻ വെയിറ്റ് ചെയ്താൽ ചിലപ്പോൾ ആ കുഞ്ഞിനെ കിട്ടിയെന്ന് വരില്ല. അറിയാലോ, ആദ്യത്തെ 2 പ്രാവശ്യവും കുഞ്ഞുങ്ങളെ കിട്ടിയില്ലല്ലോ. ഇത് ഞാൻ പറയുന്നത് ഇപ്പോൾ 2 കുഞ്ഞുങ്ങൾക്ക് പ്രശ്നമില്ല. ഓപ്പറേഷൻ ചെയ്ത് നമുക്ക് 3 പേരെയും പുറത്തെടുക്കണം. നിങ്ങൾക്ക് ആലോചിക്കാം. അരമണിക്കൂറിനുള്ളിൽ പറയണം. അത് പറഞ്ഞുകൊണ്ട് ഡോക്ടർ ലേബർ റൂമിലേക്ക് പോയി. മോനെ, എന്താ നിന്റെ അഭിപ്രായം? ശങ്കർ ചോദിച്ചു. എൻ്റെ 3 കുഞ്ഞുങ്ങളെയും എനിക്ക് വേണം പപ്പ. 2 പ്രാവശ്യം ഞങ്ങളെ ദൈവം കൈയൊഴിഞ്ഞു. അതിനു പകരമാണ് എനിക്കൊരു പ്രസവത്തിൽ 3 പേരെ തന്നത്. ഓപ്പറേഷൻ എനിക്ക് സമ്മതമാണ്. ഡോക്ടറെ അറിയിച്ചോളൂ. അവൻ്റെ ഓർമ്മകൾ പിറകിലേക്ക് പോയി. അന്ന് ശങ്കർ സമ്മതം അറിയിച്ചത് പിന്നെ അടുത്തുള്ള നല്ലൊരു ദിവസത്തിൽ അവർ വിവാഹം രജിസ്റ്റർ ചെയ്തു. പിന്നെ എല്ലാവരെയും വിളിച്ച് ഗ്രാൻഡായി റിസപ്ഷൻ വെച്ചു. ശങ്കർ ഡേവിനോട് വീട്ടിൽ താമസിക്കാൻ പറഞ്ഞപ്പോൾ ഒരു എതിർപ്പുമില്ലാതെ അവൻ അവിടെ താമസിച്ചു. കൂടാതെ അവൻ സ്വന്തമായി ഒരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങി. നിഹ ആദ്യം പ്രഗ്നൻ്റ് ആയപ്പോൾ 2 പേരും ഒരുപാട് സന്തോഷിച്ചു. എന്നാൽ ആ സന്തോഷം 3 മാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാം നഷ്ടപ്പെട്ടവളെ പോലെ നിഹയിരുന്നപ്പോൾ ഡെവി അവളെ കൊണ്ട് സ്നേഹത്തണലിൽ പോവും. കൂടെ ശങ്കറും ജാനകിയും ഉണ്ടാകും. വീണ്ടും ഗർഭിണിയായപ്പോൾ അവളെല്ലാവരും നല്ലതുപോലെ നോക്കി. എന്നാൽ 7 മാസം ആദ്യത്തിൽ അവൾക്ക് ബ്ലീഡിംഗ് ആയി. കുഞ്ഞ് മരിച്ചുപോയത് ഒന്നും നിഹ അറിഞ്ഞിരുന്നില്ല. നിഹയെ താങ്ങി ഡെവി എപ്പോഴും കൂടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ 2 വർഷത്തേക്ക് ശേഷം അവൾ വീണ്ടും അമ്മയായി എന്നറിഞ്ഞപ്പോൾ സന്തോഷം തോന്നി. എന്നാൽ 2 കുഞ്ഞുങ്ങളെ നഷ്ടം വന്നപ്പോൾ അധികം സന്തോഷിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. സ്കാനിങ് ചെയ്തപ്പോൾ അറിഞ്ഞു, 1 അല്ല, പകരം 3 പേരാണെന്ന്. അന്നു മുതൽ ഇന്ന് വരെ അവളുടെ ചന്തുവേട്ടൻ മീനുവിന് കാവലായി ഉണ്ടായിരുന്നു. നിഹാരികയുടെ ഓപ്പറേഷൻ കഴിഞ്ഞു. 2 പെൺകുട്ടി 1 ആൺകുട്ടി ആട്ടോ. അങ്ങോട്ട് വന്ന നേഴ്സിൻ്റെ ശബ്ദമാണ് അവൻ്റെ ഓർമ്മകളിൽ നിന്നും അവനെ ഉണർത്തിയത്. അനാഥരായ ഞങ്ങൾക്ക് സ്വന്തമെന്ന് പറയാൻ 3 പേരും കൂടി. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. പപ്പ അവനെ കെട്ടിപ്പിടിച്ചു. കുറച്ചു കഴിഞ്ഞു 3 പേരെയും അവരെ കാണിച്ചു. നിഹയെ ഒരു ദിവസത്തേക്ക് ശേഷം റൂമിലേക്ക് മാറ്റി. ഒരുപാട് വേദനിച്ചോ നിനക്ക്? അവൻ ചോദിച്ചു. ഇല്ല, അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. സന്തോഷമുള്ള ചിരി. തൻ്റെ പ്രാണനെയും തങ്ങളുടെ മക്കളെയും അവൻ ചേർത്ത് പിടിച്ചു മുത്തം നൽകി. എന്നും നിങ്ങൾക്ക് കാവലായി ഈ ഞാൻ ഉണ്ടാകും എന്ന പോലെ.